പൊട്ടിച്ച് വിട് പാപ്പാ. ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഈ പാടത്തിലാണ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. കുറെ പശുക്കളൊക്കെ ഉണ്ട്. നമുക്ക് പശുവിന്റെ പാലാണെന്ന് തോന്നുന്നത് നമ്മളിവിടെ പാൽച്ചായ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലേ? പശുവിനല്ലേ കളയുന്നത്? പശുവാണ്. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. തിന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചായ എടുക്കുക. അപ്പ അമ്മ നിങ്ങൾ എനിക്ക് തന്ന കാശ് താണ്ടേ ഒറ്റയ്ക്കെടുത്തും എടുക്കുന്നുണ്ട്. എനിക്ക് ഒരു തുള്ളി പോലും തന്നിട്ടില്ല. കണ്ടോ? ഇപ്പോഴാണോ വേണമെന്ന് ചോദിക്കുന്നത്? എനിക്ക് ഒരു തുള്ളി ഇപ്പോഴാണോ വേണം ചോദിച്ചിട്ട് തരുന്ന കാശ്. നല്ല ഒരുപാടോ സത്യം. പെമ്പിള്ളേരൊക്കെ ഉണ്ട്. കോഴി കിട്ടിയില്ലേ? ചായക്കട മസ്റ്റ് എടുക്കൂ. ഇതേ പിന്നെ ഇവള് അതാ ചേച്ചി പൂമുഖത്തേക്കൊരു ചായ. ചായ ഇല്ല ഇന്നലെ പറഞ്ഞ ഓരോ വീഡിയോ എടുക്കാം. ഞാൻ ഓരോ വീഡിയോ എടുക്കാം. ചായ ചോദിച്ചിട്ട് ചായ വേറെ കൊടുത്ത് മിസ്സായിപ്പോയി ഗൈസ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അത് കിട്ടിയില്ലായിരുന്നു. ഒന്നുകൂടി ചേച്ചി ചായ. ഇനി ഇടിച്ചോ. പൂമുഖത്തേക്ക് ഒരു ചായ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 2 ചായ. അല്ലെ, പൂമുഖത്ത് 2 ചായ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ചടങ്ങ് കുടിക്കാന്നുള്ളതാണ്. അത് കുടിക്കാം. നല്ല എനിക്ക് ചിരി വന്നിട്ട് ചായ നല്ല ചായയാണ്. പക്ഷെ ചിരി വന്നുകൊണ്ട് കൂതറ എക്സ്പ്രഷൻ ആയി പോയെന്നുള്ളൂ. ഗൈസ് ഡോണ്ട് മൈൻഡ്. അവര് മൈൻഡ് ചെയ്യാതിരുന്നോളൂ. ഇനി നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെ ചായയുടെ പൈസ കൊടുക്കാതെ ചാടാം. അടുത്ത തീരുമാനം. അല്ല, നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എടുക്കണ്ടേ? ഇത് നല്ല രൂപല്ലേ? അങ്ങോട്ടേക്കല്ലേ? അപ്പൊ ശരി, ഫോട്ടോ എടുത്തിട്ട് വരാം. ഗൈസ്, അങ്ങനെ വർഷങ്ങൾക്കുള്ള പ്ലാനുകൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതം അല്ലല്ലോ, വൈകുന്നേരം സായാഹ്ന സന്ധ്യ അങ്ങനെ എന്തോ അല്ലേ പറയണേ. മലയാളം ടീച്ചർ കാണുകയാണെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. രണ്ടാമത് മലയാളം ടീച്ചർ ആയതുകൊണ്ട് അതന്നല്ലേ ഞാൻ പ്രത്യേകം പറഞ്ഞത്. മലയാളം ടീച്ചർ കാണുകയാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഞങ്ങൾ പോയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ടീ സ്പോട്ട് കണ്ടാൽ ഞങ്ങൾ വീണ്ടും അവിടെ ഞങ്ങൾ ഉണ്ടാവൂലേ? പോണ്ടേ? എന്നോടൊന്നും പറയാണ്ട് യാറാപ്പാക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ കണ്ടാൽ അവിടുത്തെ പാത്രവും കഴുകി. ഞാൻ കഴിക്കട്ടൊന്നുമില്ല ഗൈസ്. മിക്കവാറും കാശില്ലായിരുന്നു ഈ കഴിക്കേണ്ടി വന്നേനെ. കയ്യിൽ കാശുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ബാക്കി പൈസ ഉണ്ട്. ഇതിന് എവിടെ കൊടുക്കുന്നതാണ്? കൊടുക്കട്ടെ, നമ്മുടെ വയറ്റിലേക്ക് പോവാം. നല്ല തിരക്കുണ്ട് കണ്ടോ ഗൈസ്. ഉണ്ടായിരുന്നു പോയി ഗൈസ്. ഇനി നമുക്ക് ഇവിടെ വന്നത് ഞാനല്ല, ഇപ്പൊ ആമ ചേച്ചിനെ കൊണ്ടുപോകാൻ വന്നത്. ഞാൻ വരുന്നില്ല. കേറോ പോവാ. നിന്റെ പശുവിനെ കൊണ്ടുവന്ന് കാണാവോ? പശുവിന്റെ വയറ്റിൽ നിന്ന് പാലൊക്കെ ചിന്തി എടുത്തെടുത്ത്. വയറ്റിന്നല്ലേ? എനിക്കറിയാൻ പാടില്ല. എന്തായാലും പശു ഇവള് പഠിച്ച സ്കൂളിൽ വയറ്റിന്നാണ് പാലെടുക്കുന്നത്. എന്തായാലും പശു എന്നല്ല വരുന്നത് പാല്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. കരുളായി റോഡ് അല്ലേ? ഇതിന്റെ കറക്റ്റ് റോഡ് പേരെന്താ അറിയോ? എനിക്കറിയാൻ പാടില്ല. നമുക്ക് പോകാൻ മാത്രമേ അറിയത്തുള്ളൂ. പൂക്കോട്ടുംപാടത്ത് കരുളായി റോഡ് പോകുന്ന വഴിക്കാണ് നമ്മുടെ സ്പോട്ട്.
പോട്ടെ വെടുക്കട്ടാ വണ്ടി. ഫോണോ അതിൻ്റെ ഇടയ്ക്കൂടെ പോയി ഞാൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഗൈസ് അത് കഴിഞ്ഞു. ബൈ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്പോട്ടിലൊക്കെ എത്തിയിരിക്കുകയാണ്. അല്ല നമ്മൾ ഞാൻ തിരിച്ചു സ്പോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. റൊമാൻറ്റിക് കപ്പിൾസ് എവിടെ. പക്ഷെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇട്ട് ട്രോളായിരുന്നു. സ്പീക്കറും കൂടെ വെച്ച് തരട്ടെ. അത് ഭാഗ്യം. സെലിബ്രിറ്റി ഫാൻസിനെ കൊണ്ട് ഗൈസ് എന്നെ പിടിച്ച് പുറത്താക്കിട്ടേ ഇവിടെ ഒരാള് സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ അന്വേഷിച്ച് ആരും വരാനാ ഗൈസ്. കൂടിപ്പോയ എന്റെ പാരന്റ്സ് അല്ലാണ്ട് വേറെ ആരും കൂടിപ്പോയി ഞാൻ എന്ത് കുഴപ്പമില്ല പോലീസ് വരും. അത് വേറെ കാര്യം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ വീട്ടില് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടുകാരെ പുറത്തുനിന്നുണ്ട് പൂട്ടിയിട്ടോന്നറിയില്ല, എന്റെ വണ്ടി കാണാനില്ല അവിടെ. അവരെന്നെ കൂട്ടുകൊണ്ട് പുറത്തു പോയി ഗൈസ്. കിട്ടിയതാ. അങ്ങനെ പറയരുത്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. അടുത്ത സ്പോട്ട് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറയാം, ഞങ്ങൾക്കറിയെങ്കിൽ ഞങ്ങൾ പറയാം. പിന്നെ ഗൈസ് ഇവിടെ അമരമ്പലത്ത് ഒരു സ്പോട്ട് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അവിടുത്തെ പരിപാടിയാണ് അവിടുത്തെ ഹൈലൈറ്റ്. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ പോകാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ ഉണ്ട്. ടീച്ചർ പിടങ്ങി മുഖമൊക്കെ കുത്തി തിരിച്ചിട്ടൊക്കെയാണ് പോയേക്കുന്നത്. അതെ ഇപ്പൊ വരുന്നുണ്ടോ? അവരും വണ്ടി എടുത്ത് എനിക്ക് ഇറങ്ങാൻ പോവാണോ സംശയമുണ്ട്. അപ്പൊ നമ്മൾ പ്രതിഷേധം അല്ല അപ്പൊ നമ്മൾ വീണ്ടും അവരുടെ ബാക്കിലേക്ക് വലിഞ്ഞു കയറുക അല്ല. പിന്നെ വരുന്നുണ്ടോ? അതെടുക്കോ. ഇതാണ് പ്രസന്ന ടീച്ചർ. കാലൻ അവര് കൊണ്ട് ചെല്ലാത്തതിന് അവര് നമ്മളെ ഇട്ടിട്ട് ഇതേക്കാണ്. സാരമില്ല, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോ നമുക്ക് അവരെയും കൂട്ടാം. അപ്പൊ ഓക്കെ. അപ്പൊ ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പിന്നെ ഒരു അടുത്ത നീ അടയ്ക്കണോ ഞാൻ അടയ്ക്കണോ? ക്യാമറ നീ അടയ്ക്കണോ ഞാൻ? ഇനി നമ്മൾ അടുത്ത സ്പോട്ടായിട്ട് അവിടെ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടില് ചായ കുടിക്കാന്ന് പറയുമ്പോ ലിപ്സ്റ്റിക് ഇട്ട് വരാന്ന് പറയുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യുക. അതെ അങ്ങനെ അപമാനിക്കുന്നു വേണ്ട അല്ലേ? അപ്പൊ ഓക്കെ ടാറ്റ.